ഹായ് ആൾ, ജയിലാന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ബാങ്കിങ്ങിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്. മുന്നേറ്റ് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോ എന്താ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല, നമുക്ക് നോക്കാം എന്താ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താന്ന് ചോദിച്ചാൽ എല്ലാരും പറയാ എനിക്കറിയാം DD എന്താന്നുള്ളത്, അല്ലെ? കുറച്ച് പോയിന്റ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ വിഷയം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതായത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടടാ? നിങ്ങൾ എക്സാമിന്റെ ഫീസ് അടയ്ക്കാനോ, അല്ലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ടിയുമായിട്ട് പുതിയതായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണ്, പരസ്പരം വിശ്വാസം ഇല്ല അപ്പോ, അല്ലെ? അപ്പോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമുക്ക് സേഫ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ DD ചെല്ലാൻ അടയ്ക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? എന്നാലും നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്താ DD എന്ന്. ഒരു എക്സാമ്പിളിലൂടെ പഠിക്കുക. ജെ-ലോണിന്റെ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ബേസ് തൊട്ട് ഹൈ ലെവൽ വരെയുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് കാര്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജെ-ലോണിന്റെ CSEBയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ ഇട്ട് പഠിച്ചാലോ? നമ്മുടെ എക്സാമ്പിള് രവിയാണ് കേട്ടോ ആള്. രവി എന്ത് ചെയ്തു എന്ന് അറിയാമോ? രവി കുറച്ച് 50,000 രൂപയുടെ സാധനങ്ങള് ഒരു സപ്ലയറിന്റെ വാങ്ങി. ആ സപ്ലയർ വേറൊരു സിറ്റിയിലാണ്, രവി താമസിക്കുന്ന സിറ്റിയിലല്ല. അപ്പൊ രവിക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. ആണെങ്കിൽ വാട്ട് ഹി ഡസ് എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നുണ്ട്? രവി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നു. അതിനായിട്ട് രവിയുടെ ബാങ്കിൽ പോകുന്നുണ്ട്. DD റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് 50,000 രൂപയുടെ DD രവിക്ക് കൊടുക്കുകയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രദ്ധിച്ചേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. രവി ബാങ്കിൽ പോകുന്നു, DD റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, DD എടുക്കുന്നത് ആരുടെ പേരിലാണ്? സപ്ലയറിന്റെ പേരിലാണ്. സപ്ലയർക്കല്ലേ 50,000 രൂപ കൊടുക്കാനുള്ളത്? ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് ആ വ്യക്തിയുടെ പേരില് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുമ്പോ രവിക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം, അക്കൗണ്ട് ആയിട്ടോ ചെക്ക് വഴിയോ എടുക്കാം. മനസ്സിലാക്കേണ്ട പോയിന്റ്, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 50,000-ന് 1 രൂപ കുറവ്, 49,999 പറ്റത്തുള്ളൂ DD എടുക്കാൻ. ഇനി അക്കൗണ്ട് വഴിയാണെങ്കിൽ 50,000-ന് മേളില് പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, പാൻ കാർഡ് രൂപയ്ക്ക് എമൗണ്ടിലാണ് കമ്പൽസറി. ഏത് തന്നെ ട്രാൻസാക്ഷൻ ആയാലും ഏത് തന്നെ ഇൻസ്ട്രുമെന്റ് ആയാലും പാൻ കാർഡ് എന്ന് പറയുന്നത് 50,000 രൂപയോ അതിന്റെ മേളിലോ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ 3 പോയിന്റുകൾ. ഏതൊക്കെയാ 3 പോയിന്റ് ഇമ്പോർട്ടൻസ്? 49,999 വരെ ക്യാഷ് ആയിട്ട് DD എടുക്കാൻ പറ്റും. 50,000 രൂപയുടെ മേലിലാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് വഴി പറ്റും. പിന്നെന്താ? പാൻ കാർഡ് 50,000 രൂപയുടെ മേലിലോട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ പാൻ കാർഡ് കമ്പൽസറി ആണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? 50,000 രൂപയുടെ DD എടുത്തു. ബാങ്ക് എന്ത് ചെയ്തു? ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്തു. അപ്പൊ ഇതൊരു പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ് അല്ലേ? ആണ്. ആര് ഗ്യാരണ്ടി കൊടുക്കുന്നു? ബാങ്ക്. അങ്ങനെ എന്ത് ചെയ്തു? രവിക്ക് ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കിട്ടി. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്, രവി എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സപ്ലയർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഈ ബാങ്ക് ഈ രവി ചെന്ന് DD എടുത്ത ഉടനെ രവി പോയതിനു ശേഷം ഈ ബാങ്ക് വിളിച്ച് സപ്ലയറിനെ അറിയിക്കോ, ദാ രവി വന്നു, നിങ്ങളുടെ പേരിൽ DD എടുത്തു, വന്ന് വാങ്ങിക്കൂ, ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാനായിട്ടിരിക്കുകയാണെന്ന്? ഒരിക്കലും ഇല്ല. എപ്പോഴാണോ സപ്ലയർ ഡിമാൻഡ് ചെയ്യുന്നത്, എപ്പോഴാണോ സപ്ലയർക്ക് ആവശ്യം, ആ സമയത്ത് സപ്ലയർ ആ ബാങ്കിൽ, അല്ല ആ ബാങ്കിന്റെ ബ്രാഞ്ചസുകളിൽ, വേറെ ബാങ്കിൽ പറ്റത്തില്ല, രവി ഏത് ബാങ്കിലാണ് എടുത്തോ ആ ബാങ്കിന്റെ ബ്രാഞ്ചസിൽ ഏത് സിറ്റിയിൽ പോയി ചെന്നാലും മാറാനായിട്ട് സാധിക്കും. അപ്പൊ സപ്ലയർ എന്ത് ചെയ്യണം? രവി SBI ബാങ്കിലാണ് DD എടുത്തെന്നുണ്ടെങ്കിൽ സപ്ലയർ എന്ത് ചെയ്യണം? SBI ബാങ്കിന്റെ മറ്റ് ബ്രാഞ്ചസിൽ, ആ സിറ്റിയിലെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി DD ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടും. അപ്പോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഏത് സമയത്തേ കിട്ടത്തുള്ളൂ? ഓൺ ഡിമാൻഡ് സമയത്തേ കിട്ടത്തുള്ളൂ. പിന്നെ ചെക്ക് കണക്ക് യാതൊരുവിധ റിസ്കുമില്ല, ബൗൺസ് ബാക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഡിസ്ഹോണർ ആവത്തില്ല. ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോണർ ആവുന്നു. അത് സപ്ലയേഴ്സിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു കൊടുക്കുന്നു. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ബാങ്കിന്റെ സെയിം ബ്രാഞ്ചസിൽ നിന്ന് മാത്രമേ DD മാറാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്.
ഇനി നോക്കിക്കേടാ, റിലേഷൻഷിപ്പ് ആണ്. ആരാണ് ഡ്രോയർ, ആരാണ് ഡ്രോയി, ആരാണ് പേ എന്നുള്ളത് ശ്രദ്ധിച്ചേ. ആരാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ആരാണോ ബാങ്കിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പേയ്മെന്റിനെ പറ്റിയിട്ട്, അവരാണ് ഡ്രോയർ. ആരാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെ, ആരാണോ മീൻസ് ഏത് ബാങ്ക് ആണോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബാങ്കിൽ പോയി നമ്മൾ DD റിക്വസ്റ്റ് ചെയ്യുന്നു, അല്ലെ, DD തരുന്നു. ആരാണോ DD ഇഷ്യൂ ചെയ്യുന്നത് ആ ബാങ്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡ്രോയി ബാങ്ക് എന്ന് പറയുന്നത്. ഡ്രോയി അഥവാ ബാങ്ക്. ഇനി pays the payee on behalf of the drawer. ഡ്രോയറിന്റെ ബിഹാഫിലല്ലേ പേയ്ക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇനി പേയി, ആരാ പേയി, ആർക്കാണോ പേയ്മെന്റ് കിട്ടുന്നത് അവരാണ് പേയി. നമ്മുടെ സ്റ്റോറിയിൽ ആരാ, സപ്ലയർ അല്ലേ ബാങ്കിൽ പോയി കളക്ട് ചെയ്യുന്നത്. അപ്പൊ അവരാണ് എന്ത്, പേയി എന്ന് പറയുന്നത്. അപ്പൊ DD റിക്വസ്റ്റ് ചെയ്യുന്ന ആളെ ഡ്രോയർ, നമ്മുടെ സ്റ്റോറിയിൽ രവി. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാ, ബാങ്ക്, അവ ഡ്രോയി എന്ന് പറയുന്നുണ്ട്. പേയ്മെന്റ് കിട്ടുന്നത് ഏതാണ്, സപ്ലയർ. പേയ്മെന്റ് കിട്ടുന്ന ആളാരാണ് ഇവിടെ, സപ്ലയർ. ആളെ പറയുന്ന പേരാണ് പേയി എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, ഇത്രയും റിലേഷൻഷിപ്പ് മനസ്സിലായേ. ഇനി നോക്കിക്കേ, കുറച്ച് ഫാക്ട്സ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് സമ്മറൈസ് ചെയ്തൊരു പോയിന്റ് ആണ്. ആരാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഡ്രോയർ രവി. ആരാണ് പേയ്മെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നത്, ബാങ്ക്. ആർക്കാണ് മണി സേഫ് ആയിട്ട് കിട്ടുന്നത്, പേയി. ചെക്കിനെ കണക്ക് ബൗൺസ് ചെയ്യുന്ന പ്രോബ്ലം വല്ലതും ഉണ്ടോ, ഇല്ല. ഇനി ബാങ്കിന്റെ സെയിം ബ്രാഞ്ചസിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ അല്ലെ DD മാറാനായിട്ട്. അപ്പോ ഇനി 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, തെറ്റ് പറ്റിയാലും ശരി പറ്റിയാലും എന്താ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനും കാര്യമൊന്നും വേണ്ട. തെറ്റാവോ എന്നുള്ളത്, തെറ്റിലൂടെയാണ് നമ്മൾ ശരി പഠിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നൊരു സ്റ്റോറിയിലൂടെ, ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1, പർച്ചേസ് ഓഫ് ഡ്രാഫ്റ്റ് ബൈ കസ്റ്റമർ. അല്ലെ, ഒരു കസ്റ്റമർ എന്ത് ചെയ്തു, ഡ്രാഫ്റ്റ് പർച്ചേസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ സ്റ്റോറിയിൽ ആരാ, രവി പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഡെപ്റ്റർ ബാങ്ക് ആണോ, ക്രെഡിറ്റർ കസ്റ്റമർ ആണോ. ഓക്കെ, അപ്പോ കട്ട്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് കട്ട് ചെയ്യണം, ഇനി പറയുന്നത് തൊട്ടേ എടുക്കാവുള്ളൂ. നമുക്ക് ഇനി കുറച്ച് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്താ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന്. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 1, പർച്ചേസ് ഓഫ് ഡ്രാഫ്റ്റ് ബൈ കസ്റ്റമർ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഒരു കസ്റ്റമർ ഡ്രാഫ്റ്റ് വാങ്ങിച്ചു, അങ്ങനെയാണെങ്കിൽ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്നുള്ളതാണ്. ബാങ്ക് ആരാണ് ഇവിടെ, ഡെറ്റർ. കസ്റ്റമർ ആരാണ് ഇവിടെ, ക്രെഡിറ്റർ, അല്ലെ. അതായത് ആരാണോ കൊടുക്കുന്ന ആളെ പറയുന്ന എന്താ, ക്രെഡിറ്റർ എന്ന. വാങ്ങുന്ന ആളെ പറയുന്ന എന്താ, ഡെറ്റർ എന്ന, അല്ലെ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ഇവിടെ രവി ചെന്ന് 50,000 രൂപ ബാങ്കിന് കൊടുത്തു, സപ്ലയർക്ക് കൊടുക്കാനായിട്ട്, ഇല്ലേ. അപ്പോ ആരാ കൊടുത്തത്, നമ്മുടെ രവി, കസ്റ്റമർ അല്ലേ, കസ്റ്റമർ ക്രെഡിറ്റർ. ബാങ്ക് അത് ലൈബിൾ അല്ലേ കൊടുക്കാനായിട്ട്, അപ്പൊ ബാങ്ക് എന്താണ്, ഡെപ്റ്റർ അല്ലേ. അപ്പൊ ഇവിടെ ബാങ്ക് ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പേ ഓഫ് ഡ്രാഫ്റ്റ് പേയിങ് ബ്രാഞ്ച്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് കസ്റ്റമർ. അതായത് പേയി എന്ന് പറയുന്ന ആർക്കാണോ പേയ്മെന്റ് കിട്ടുന്നത് അവരാണെന്ത്, പേയി എന്ന് പറയുന്നത്. അപ്പോ പേയി ഓഫ് ഡ്രാഫ്റ്റ് അറ്റ് പേയിങ് ബ്രാഞ്ച്. അപ്പോ ഇവിടെ സപ്ലയർ, നമ്മുടെ സ്റ്റോറിയിൽ സപ്ലയർ അല്ലേ, ആ ബാങ്കിന്റെ ഏതെങ്കിലും സിറ്റിയിൽ ആ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി ഡിമാൻഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റ് വാങ്ങുന്നു. ഓക്കെ, അപ്പോ സപ്ലയർ ചെന്ന് ബാങ്കിൽ പോയി ഡിമാൻഡ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്ത് വാങ്ങുമ്പോൾ അവിടെ ബാങ്കറിന്റെ റിലേഷൻഷിപ്പ് എന്താ, കസ്റ്റമറിന്റെ റിലേഷൻഷിപ്പ് എന്താന്നാ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ബാങ്ക് ക്രെഡിറ്ററും കസ്റ്റമർ ആരാണ്, ഡെപ്റ്ററുമാണ്. എങ്ങനെയാണ്, അവിടെ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്ന ആളെ എന്തെന്ന് പറയും, ക്രെഡിറ്റർ. അപ്പൊ കസ്റ്റമർ ആരാ, ഡെറ്റർ. അപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ടോപ്പിക് എന്താണ്, നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ മുന്നിൽ ആ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് മാത്രമല്ല
തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ജയിലേണിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ ബേസ് തൊട്ട് ഹൈ ലെവൽ എക്സാമ്പിൾ ഇട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക്